നമ്മൾ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ABC അനാലിസിസ് ആണ്. ABC അനാലിസിസ് എന്ന് പറയുന്നത് നമ്മൾ ക്വാളിറ്റി കൺട്രോളിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അതിനകത്തുള്ളൊരു മെത്തേഡാണ് ABC അനാലിസിസ്. പിന്നെ വേറൊരു മെത്തേഡാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് എന്താണ് ക്വാളിറ്റി കൺട്രോൾ നമ്മൾ പഠിച്ചു. നമ്മൾ ക്വാളിറ്റി കൺട്രോൾ അല്ല, ഇൻവെൻട്രി കൺട്രോൾ. അപ്പോൾ ഇൻവെൻട്രി കൺട്രോൾ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ സൈറ്റിലുള്ള മെറ്റീരിയൽസിന്, എക്യുപ്മെൻറ്റ്സിന്, ഇൻവെൻട്രീസിന്, ഏതാവാം, മെറ്റീരിയൽസ് ആവാം, എക്യുപ്മെൻറ്റ്സ് ആവാം, ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആവാം, അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആവാം, ഗുഡ്സ് ആവാം. അപ്പോൾ അത്തരത്തിലുള്ള ഇൻവെൻട്രീസിനെ നമ്മൾ അതിൻ്റെ ക്യാരിയിങ്ങും അതിൻ്റെ പർച്ചേസിങ്ങും അതിൻ്റെ ക്യാരിയിങ്ങും അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുക. ഒരു എഫക്റ്റീവ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് റൈറ്റ് ടൈമിൽ, റൈറ്റ് പ്ലേസിൽ, റൈറ്റ് ക്വാണ്ടിറ്റിയിൽ, റൈറ്റ് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ഇൻവെൻട്രി കൺട്രോളിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻവെൻട്രി കൺട്രോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് മെത്തേഡ്സ് വേണം. കുറച്ച് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ഇൻവെൻട്രി കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ളൊരു മെത്തേഡാണ് ABC അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ABC അനാലിസിസ് എന്ന് ഇവിടെ ഡെഫിനേഷൻ ഉണ്ട്. നോക്കുക, ഫസ്റ്റ് പോയിന്റ് നോക്കുക. ദ ABC ഇൻവെൻട്രി കൺട്രോൾ ടെക്നിക് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് എ സ്മോൾ പോർഷൻ ഓഫ് ദ ഐറ്റം മേ ടിപ്പിക്കലി റെപ്രസെൻറ്റ് ദ ബൾക്ക് ഓഫ് മണി വാല്യൂ ഓഫ് ദ ടോട്ടൽ ഇൻവെൻട്രി ഇൻ കൺസ്ട്രക്ഷൻ പ്രോസസ്. അതായത് ഇൻവെൻട്രി കൺട്രോൾ, ABC ഇൻവെൻട്രി കൺട്രോൾ ടെക്നിക് എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്ത്, എന്ത് പ്രിൻസിപ്പളിനെ ബേസ് ചെയ്തിട്ടാണെന്ന് പറയുന്നത്, സ്മോൾ പോർഷൻ ഓഫ് ദ ഐറ്റം, ഏതെങ്കിലും ഒരു ഐറ്റത്തിൻ്റെ സ്മോൾ പോർഷൻ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ബൾക്ക് മണി വാല്യൂ ഓഫ് ദ ടോട്ടൽ ഇൻവെൻട്രി ഇൻ കൺസ്ട്രക്ഷൻ പ്രോസസ്സിലുള്ള ടോട്ടൽ മണി വാല്യൂവിൻ്റെ, ബൾക്ക് മണി വാല്യൂവിന് എന്താണ് അതിൻ്റെ ഒരു കുഞ്ഞു പോർഷൻ, സ്മോൾ പോർഷൻ ഓഫ് ഇൻവെൻട്രി റെപ്രസെൻറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. ആ പ്രിൻസിപ്പളിനെ ബേസ് ചെയ്തിട്ടാണ് ABC അനാലിസിസ് എന്നാണ് പറയുന്നത്. പിന്നെന്താ, വൈൽ എ റിലേറ്റീവ്ലി ലാർജ് നമ്പർ ഓഫ് ഐറ്റം മേ ഫ്രം എ സ്മോൾ പാർട്ട് ഓഫ് ദി മണി വാല്യൂ ഓഫ് സ്റ്റോർസ്. The money value is ascertained by multiplying the quantity of material of each item by its unit price. മണി വാല്യൂ ഓഫ് ഈച്ച് മെറ്റീരിയൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ക്വാണ്ടിറ്റീനെ അതിൻ്റെ യൂണിറ്റ് പ്രൈസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ്. ദ ABC അപ്രോച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് എ കമ്പനി ഷുഡ് റേറ്റ് ഐറ്റം ഫ്രം A to C. അതായത് ABC ടെക്നിക്ക് അല്ലെങ്കിൽ ABC അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഐറ്റത്തിന്, അതായത് നമ്മൾ ഇൻവെൻട്രീസിനെ നമ്മൾ ABC എന്ന് പറയുന്ന 3 കാറ്റഗറീസ് ആയിട്ട് നമ്മളതിനെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മളതിനെ ഇൻവെൻട്രീസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ആ ABC എന്ന് പറഞ്ഞാൽ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലായിരിക്കും, അതിൻ്റെ മണി വാല്യൂവിൻ്റെ ബേസിൽ, അല്ലെങ്കിൽ അതിൻ്റെ എത്ര എമൗണ്ട് നമ്മൾ സ്റ്റോറിൽ കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അത് എത്രയാണ് ടോട്ടൽ ഇൻവെൻട്രി കോസ്റ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഈ ഓരോ ഐറ്റവും നമുക്ക് പർച്ചേസ് ചെയ്യാൻ ആവശ്യമായ പൈസ എത്രയായിരിക്കും, അത് ടോട്ടൽ കോസ്റ്റിന് എത്ര പെർസെൻറ്റേജ് ആയിരിക്കും ഓരോ ഐറ്റത്തിനും നമ്മൾ ചിലവാക്കുന്നത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ ഇൻവെൻട്രീനെ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യും. A കാറ്റഗറി, B കാറ്റഗറി ആൻഡ് C കാറ്റഗറി എന്ന് പറഞ്ഞിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് പൈസ കൂടുതലുള്ള മെറ്റീരിയൽസ് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയെ വേണമെങ്കിൽ, അപ്പോൾ ആ ആവശ്യമുള്ള സമയത്ത് മാത്രം നമുക്ക് ആ പൈസ കൂടുതലുള്ള മെറ്റീരിയൽസിനെ നമുക്ക് പർച്ചേസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് ഇൻവെൻട്രി കോസ്റ്റ് കുറക്കാൻ പറ്റും. അല്ലെങ്കിൽ പൈസ കൂടുതലുള്ള മെറ്റീരിയൽ നമ്മൾ ആദ്യം തന്നെ കുറേ നമ്മൾ ബൾക്കായിട്ട് നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇൻവെൻട്രിയുടെ കോസ്റ്റ് കൂടുക ചെയ്യുക, നമ്മൾ ചിലവഴിക്കുന്ന പൈസ വല്ലാണ്ട് കൂടും. അപ്പോൾ നമ്മളത് ടോട്ടൽ പ്രൊജക്റ്റ് കോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ അത്രയും വേസ്റ്റ് ആവും. അപ്പോൾ നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ വേണ്ടത്, അത് കുറച്ച് ക്വാണ്ടിറ്റി, ആ പൈസ കൂടിയ മെറ്റീരിയൽസ് കുറച്ച് ക്വാണ്ടിറ്റി വേണമെങ്കിൽ അത്രയും മെറ്റീരിയൽസ് മാത്രം ആ സമയത്ത് ആവശ്യമുള്ള സൈറ്റിൽ എപ്പോഴാണോ അത് ആവശ്യം ആ സമയത്ത് മാത്രം നമുക്കത് പർച്ചേസ് ചെയ്യാൻ മതി. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഓരോ ക്വാണ്ടിറ്റിയും, ഓരോ മെറ്റീരിയലും എത്ര ക്വാണ്ടിറ്റി വേണം, അതിൻ്റെ പൈസ എത്രയാണെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്താക്കും, ഈ ഇൻവെൻട്രീനെ 3 എണ്ണമായിട്ട് കാറ്റഗറൈസ് ചെയ്യും. ABC എന്ന് പറഞ്ഞിട്ട് 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ ഫസ്റ്റ് കാറ്റഗറി A കാറ്റഗറിയാണ്. A കാറ്റഗറി എന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാറ്റഗറിയാണ്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും കൺട്രോൾ ചെയ്യേണ്ടത് ഈ A കാറ്റഗറി മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിലാണ്. എന്തുകൊണ്ടാണ്, ഈ A കാറ്റഗറി എന്ന് പറയുന്നത് നമുക്ക് സ്മോൾ ക്വാണ്ടിറ്റീസേ നമുക്ക് ആവശ്യമുണ്ടാവും, സ്മോൾ ക്വാണ്ടിറ്റിയെ വേണ്ടി വരും. പക്ഷേ ആ സ്മോൾ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാൻ തന്നെ ആ ഇൻവെൻട്രി കോസ്റ്റിൻ്റെ 70 to 75% ഓഫ് കോസ്റ്റ് നമ്മൾ ചിലവഴിക്കേണ്ടത് ഈ സ്മോൾ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ A കാറ്റഗറിയിലുള്ള ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കൺട്രോൾ നമ്മൾ കൊടുക്കുന്നത് ഈ A കാറ്റഗറി ഐറ്റത്തിനാണ്. ഇനി B ആണെങ്കിൽ
മീഡിയം കാറ്റഗറി നമുക്ക് പറയാം. അതായത് അതിന് ടോട്ടൽ കോസ്റ്റിൻ്റെ 50-20% മണി വാല്യൂ അതിനുണ്ടാവും. അത് എ കാറ്റഗറിനേക്കാൾ കുറച്ചുകൂടി ക്വാണ്ടിറ്റി കൂടുതൽ വേണം. ഇനി സി കാറ്റഗറി ആണെങ്കിൽ അത് കുറച്ചുകൂടി കുറവ് മണി വാല്യൂ ആയിരിക്കും. എനെയും ബിനെയും കമ്പയർ ചെയ്യുമ്പോൾ 5-10% ഓഫ് മണി വാല്യൂ വേണ്ടും. ബാക്കി എത്ര, അത് ഹ്യൂജ് എമൗണ്ട് നമുക്ക് സൈറ്റിൽ ആവശ്യമായിരിക്കും. അപ്പോൾ ഇങ്ങനെ 3 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പി പി ടിയിൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്താണ്. അപ്പോൾ നോക്കുക, എ കാറ്റഗറി എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കുക. A category 5% to 10% of item represent 70% to 75% of the money value. അതായത് ടോട്ടൽ ഇൻവെൻട്രി കോസ്റ്റിൻ്റെ 70-75% ഓഫ് മണി വാല്യൂ ആയിരിക്കും. 70-75% ഓഫ് കോസ്റ്റ് ആയിരിക്കും നമുക്ക് ഈ എ കാറ്റഗറി ഐറ്റത്തിന് നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയെങ്കിൽ നമ്മൾ ചിലവഴിക്കേണ്ട പൈസ. ടോട്ടൽ മണി വാല്യൂവിൻ്റെ 70-75% ഓഫ് പൈസയും വേണം. അത്രയും പൈസ വേണം, അത്രയും മണി വാല്യൂ അതിനുണ്ട്. പക്ഷെ നമ്മളത് എത്രയാണ് നമ്മൾ സ്റ്റോക്കിൽ വെക്കുക, അല്ലെങ്കിൽ അത് എത്ര എമൗണ്ടാണ് നമുക്ക് വേണ്ടത്? ഓൺലി 5-10% ഓഫ് ഐറ്റം. 5-10% മാത്രമേ വേണ്ടൂ. അപ്പോൾ 5-10% വേണമെങ്കിൽ എന്തായിരിക്കും? ടോട്ടൽ കോസ്റ്റിൻ്റെ 70-75% നമ്മൾ എന്താണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ 5-10% എന്ന് പറഞ്ഞാൽ അത്രയും ഐറ്റം നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ, അങ്ങനെയുള്ള മെറ്റീരിയൽസിനെ നമ്മൾ എ കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഇനി സെക്കൻഡ് കാറ്റഗറിയാണ് ബി കാറ്റഗറി. ബി കാറ്റഗറി എന്ന് വെച്ചാൽ എന്താണ്? 50-20% ഓഫ് ദി ഐറ്റം റെപ്രസെൻറ്റ് 50% ഓഫ് ദ മണി വാല്യൂ. അതായത് ടോട്ടൽ മണി വാല്യൂവിൻ്റെ 50-20% ആണ് ഇതിൻ്റെ മണി വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് എത്ര ഐറ്റം ആയിരിക്കണം നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്? സ്റ്റോക്കിൽ എത്ര ഐറ്റം നമുക്കത് ആവശ്യമുണ്ട് സ്റ്റോറിൽ എന്ന് പറയുന്നത്? 50-20% ഓഫ് ഐറ്റം നമുക്ക് വേണം. അത്ര തന്നെയാണ് അതിൻ്റെ മണി വാല്യൂ. 50-20% ഓഫ് ദ മണി വാല്യൂ മണി. ഇനി ലാസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നതാണ് സി കാറ്റഗറി. സി കാറ്റഗറീൻ്റെ അകത്ത് എന്താ പറയുന്നത്? ദ റിമൈനിങ് നമ്പർ ഓഫ് ദി ഐറ്റം റെപ്രസെൻറ്റ് 5-10% ഓഫ് ദി മണി വാല്യൂ. അതായത് ഈ സി കാറ്റഗറിയിലെ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ പർച്ചേസ് കോസ്റ്റിൻ്റെ അല്ലെങ്കിൽ ടോട്ടൽ ഇൻവെൻട്രി കോസ്റ്റിൻ്റെ 5-10% ആയിരിക്കും അതിൻ്റെ മണി വാല്യൂ, അല്ലെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാൻ ആവശ്യമായ കോസ്റ്റ് എന്ന് പറയുന്നത്. അത് ദ റിമൈനിങ് നമ്പർ ഓഫ് ദി ഐറ്റം റെപ്രസെൻറ്റ് 5-10% ഓഫ് ദി മണി വാല്യൂ എന്നാണ് പറയുന്നത്. അതായത് ബാക്കിയുള്ള പോർഷൻസ് അത് ഹ്യൂജ് എമൗണ്ടിൽ നമുക്ക് ബൾക്കായിട്ട് നമുക്ക് വേണം. അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന 5-10% ഓഫ് ദി മണി വാല്യൂ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 3 കാറ്റഗറീസ് ആയിട്ട് ഇൻവെൻറ്റേഴ്സിനെ ഡിവൈഡ് ചെയ്യാണ് ഈ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് അതിനകത്ത് എന്താ ചെയ്യുക? ഏറ്റവും കോസ്റ്റ് കൂടിയ ഐറ്റത്തിനെ വേസ്റ്റേജ് ഒന്നും ഇല്ലാതെ റൈറ്റ് ടൈമിൽ മാത്രമേ അവൈലബിൾ ആക്കുക എന്നുള്ള രീതിയിൽ ഇൻവെൻട്രി കോസ്റ്റ് കൂട്ടാതെ, പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് കൂട്ടാതെ, പ്രൊജക്റ്റിന് ടൈം ലാഗ് ചെയ്യാതെ നമ്മളതിനെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഇൻവെൻട്രി കൺട്രോളിൻ്റെ ഒരു ടെക്നിക്കാണ് ഇതെന്ന് പറയുന്നത് ABC അനാലിസിസ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് പോയിന്റ് നോക്കുക. ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് ദീസ് ഐറ്റം ഷോസ് ദാറ്റ് ഐറ്റംസ് ഓഫ് കാറ്റഗറി എ ഷുഡ് ബി അണ്ടർ ദ മാക്സിമം കൺട്രോൾ. Item of category B may not be given that much attention and item C may be under loose control. അതാണ് പറയുന്നത്. അതായത് റിലേറ്റീവ് പൊസിഷൻ ഓഫ് ദിസ് ഐറ്റം ഷോസ് ദാറ്റ് എന്താണ് കാണിക്കുന്നത്? എന്താ? ഐറ്റം ഓഫ് കാറ്റഗറി എ ഷുഡ് ബി അണ്ടർ ദ മാക്സിമം കൺട്രോൾ. കാറ്റഗറി എ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ഐറ്റംസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇൻവെൻട്രീസ് ആയിരിക്കണം മാക്സിമം കൺട്രോൾ നമ്മൾ ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ. അതിനാണ് ഏറ്റവും കോസ്റ്റ് കൂടിയ ഐറ്റം. കുറച്ച് എമൗണ്ടേ വേണ്ടെങ്കിലും ഹൈ കോസ്റ്റ് അതിനാണ്. അപ്പോൾ അതിന് വേസ്റ്റേജ് ഒന്നും ഇല്ലാതെ, പിന്നെ ലോസ് ഒന്നും സംഭവിക്കാതെ, ഡിറ്ററേഷൻസ് ഒന്നും സംഭവിക്കാതെ നല്ല രീതിയിൽ അത് സ്റ്റോർ ചെയ്ത് നമ്മൾ കീപ്പ് ചെയ്യണം. അതിന് ഹൈ കൺട്രോൾ, മാക്സിമം കൺട്രോൾ നമ്മൾ ആ കാറ്റഗറി ഐറ്റംസിന് വേണ്ടി നമ്മൾ ചെയ്യണം. ഓക്കെ, ആൻഡ് കാറ്റഗറി ബി എന്ന് പറയുന്നത് ഐറ്റം ഓഫ് കാറ്റഗറി ബി മേ നോട്ട് ബി ഗിവൺ ദാറ്റ് മച്ച് അറ്റൻഷൻ. അതായത് എ കാറ്റഗറിന് അത്ര അറ്റൻഷൻ കൊടുക്കണ്ട, അതിന് കുറച്ചുകൂടി പൈസ കുറവുള്ള മെറ്റീരിയലാണ്. ആൻഡ് സി മേ ബി അണ്ടർ ലൂസ് കൺട്രോൾ. സി എന്ന് പറയുന്നത് എന്താണ്? സി 5-10% ഓഫ് ടോട്ടൽ കോസ്റ്റേ ഉള്ളൂ. അതുകൊണ്ട് അത് ലൂസ് കൺട്രോളിൽ നമുക്ക് മതി. കൺട്രോൾ ചെയ്യണം, പക്ഷേങ്കിൽ എയും ബിയും കൺട്രോൾ ചെയ്യുന്ന അത്രയും നമ്മൾ അതിൻ്റെ പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ കീപ്പ് ചെയ്യുമ്പോൾ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഓവറോൾ ഐഡിയ എന്ന് പറയുന്നത് ABC അനാലിസിസ് എന്ന് വെച്ചാൽ എന്താണ്. ABC അനാലിസിസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ABC അനാലിസിസ് ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ സ്റ്റെപ്സും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ,
ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ബി സി ഐറ്റം. എ ബി സി എന്ന് പറയുന്ന എ ഐറ്റം, ബി ഐറ്റം, സി ഐറ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ എ ഐറ്റം എന്താണ് പറയുന്നത്? ദീസ് ഐറ്റംസ് ഹാവ് 70% ഓഫ് പർച്ചേസ് വാല്യൂ ബട്ട് ലെസ് ഇൻ ക്വാണ്ടിറ്റി അബൌട്ട് 50-20%. അതായത് ഇതിന് 70% പർച്ചേസ് വാല്യൂ ഉണ്ടാവും, പക്ഷേ ക്വാണ്ടിറ്റി 50-20% മാത്രമേ നമുക്ക് വേണ്ടി വരുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ എന്താ? ദി ക്യാപിറ്റൽ ഷുഡ് നോട്ട് ബി ബ്ലോക്ക്ഡ് ഇൻ ദീസ് ഐറ്റംസ്. അതായത് നമ്മൾ ചിലവഴിക്കുന്ന ക്യാപിറ്റൽ എമൗണ്ട് നമ്മൾ ഫുള്ളായിട്ട് ഈ ഐറ്റം അത്രയും കോസ്റ്റ്ലി ആയിട്ട് ആയതുകൊണ്ട് ആ ഐറ്റം മാത്രം വാങ്ങിച്ചിട്ട് നമ്മൾ ക്യാപിറ്റൽ എമൗണ്ട് ബ്ലോക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. ദിസ് ക്യാൻ ബി ഓർഡേർഡ് ഫ്രീക്വൻ്റ്ലി ആൻഡ് കൺസ്യൂംഡ് ഇമ്മീഡിയറ്റ്ലി. നമുക്ക് എപ്പോഴാണോ അത് ആവശ്യം ആ സമയത്ത് അത് ഫ്രീക്വൻ്റ്ലി ആയിട്ട് നമ്മളത് ഓർഡർ ചെയ്യാം, എന്നിട്ട് അപ്പോൾ തന്നെ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് കൺസ്യൂം ചെയ്യാം. അതിന് ഡിറ്റീരിയേഷനും ലോസും ഒന്നും സംഭവിക്കാതെ ഇമ്മീഡിയറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യാം. ആവശ്യമുള്ള സമയത്ത് ഫ്രീക്വൻ്റ് ആയിട്ട് ഓർഡർ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ദർ ആർ ഓൺലി 10-50% ക്വാണ്ടിറ്റി വൈസ് ആൻഡ് റിക്വയർ സ്പെഷ്യൽ അറ്റൻഷൻ ഇൻ സ്റ്റോർ. അതായത് ഇത് കീപ്പ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ അറ്റൻഷൻ നമ്മൾ കൊടുക്കണം. ഓൺലി 10-50% മാത്രമേ സ്റ്റോറിൽ നമ്മൾ അവൈലബിൾ ആക്കും, അതായത് നമ്മൾ സ്റ്റോർ ചെയ്യുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എ ഐറ്റം. ബി ഐറ്റം. ബി ഐറ്റം എന്ന് വെച്ചാൽ എന്താ? ദേ ഹാവ് അബൌട്ട് 20-25% പർച്ചേസ് വാല്യൂ ആൻഡ് സെയിം ക്വാണ്ടിറ്റി ടു പർച്ചേസ്. അതായത് ഇതിൻ്റെ പർച്ചേസ് വാല്യൂ എന്ന് പറയുന്നത് 20-25% ആണ്, സെയിം ക്വാണ്ടിറ്റി ആണ്. നമ്മൾ അത്രയും 20-25% നമ്മൾ പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സിൻസ് ദർ ആർ മീഡിയം വാല്യൂ ഐറ്റംസ് ദർഫോർ ലാർജ് ഇൻവെൻട്രി ഓഫ് ദം ഈസ് നോട്ട് നെസസറി. മീഡിയം വാല്യൂ ഐറ്റം ആയതുകൊണ്ട് തന്നെ അതിന് ലാർജ് ഇൻവെൻട്രി ആവശ്യമില്ല. ദേ ക്യാൻ ബി ഓർഡർഡ് ഫ്രീക്വൻ്റ്ലി ബട്ട് അറ്റ് ദ സെയിം ടൈം ദ ക്വാണ്ടിറ്റി ഓർഡർ ഷുഡ് ബി സച്ച് ദാറ്റ് ഇറ്റ് വിൽ ബി എക്കണോമിക് ടു പർച്ചേസ് ആൻഡ് ഇറ്റ്സ് ഷോർട്ടേജ് ഷുഡ് നോട്ട് ബി ദർ. അതായത് നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഇത് ഓർഡർ ചെയ്താൽ മതി, പക്ഷേ എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം? ഇതിൻ്റെ ഷോർട്ടേജ് അവിടെ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ഇത് വാല്യൂ കുറഞ്ഞ ഐറ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് പർച്ചേസിങ്ങിൻ്റെ എക്കണോമിക് കൂടി കൺസിഡർ ചെയ്ത് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പൈസ കുറച്ച് കിട്ടുമല്ലോ, അങ്ങനെ അതുകൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളത് ഓർഡർ ചെയ്യാമെന്ന് പറയുന്നത്. ദേ ആർ ലെസ് വാല്യൂഡ് ദെൻ എ ഐറ്റം. എ ഐറ്റത്തിനേക്കാൾ വാല്യൂ കുറവാണ്, അത് സ്റ്റോറിൽ കീപ്പ്, അതായത് എ ഐറ്റത്തിൻ്റെ വാല്യൂ വാല്യൂ കുറവാണ് ഈ ഐറ്റത്തിൽ നിന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് സി ഐറ്റം. they have the least purchase cost about 10%. ഇതിന് പർച്ചേസ് കോസ്റ്റ് വളരെ കുറവായിരിക്കും. എയും ബിനെ കമ്പയർ ചെയ്യുമ്പം 10% ആണ് പർച്ചേസ് കോസ്റ്റ്. ദേ ആർ റിക്വയർഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി അബൌട്ട് 50-60%. ഹൈ ക്വാണ്ടിറ്റിയിൽ, ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ നമുക്കത് വേണം. ബൾക്കായിട്ടാണ് നമുക്കിത് വേണ്ടത്. 50-60% വേണം. ടോട്ടൽ ഇൻവെൻട്രീൻ്റെ കോസ്റ്റ് ആണെങ്കിൽ 10% വരുന്നുള്ളൂ. ദേ ക്യാൻ ബി പർച്ചേസ്ഡ് ഇൻ ബൾക്ക് ടു അവേ ലാർജ് ഡിസ്കൗണ്ട് ആൻഡ് ഫീവർ പ്രൈസ് ടു പേ. അതായത് ലാർജ് ക്വാണ്ടിറ്റിയിൽ ബൾക്കായിട്ടായിരിക്കും നമ്മളിത് ഓർഡർ ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ്? ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ദിസ് വിൽ ഓൾസോ റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് ഓർഡറിങ് ആൻഡ് പർച്ചേസിങ്. ദേ ക്യാൻ ബി പർച്ചേസ്ഡ് വൺസ് ഓർ ട്വൈസ് ഇൻ എൻ ഇയർ. ദേ ആർ ലീസ്റ്റ് വാല്യൂഡ് ഐറ്റം. ഇത് ലീസ്റ്റ് വാല്യൂഡ് ഐറ്റം ആണ്. 10% കോസ്റ്റ് വരുന്നുള്ളൂ. പക്ഷേ ഹ്യൂജ് ബൾക്ക് ക്വാണ്ടിറ്റിയിലായിരിക്കും നമ്മളിത് ഓർഡർ ചെയ്യേണ്ടത്. ഒരു വർഷത്തിൽ വൺസ് അല്ലെങ്കിൽ ട്വൈസ് ഇൻ എൻ ഇയർ ആയിട്ടാണ് നമ്മളിത് പർച്ചേസ് ചെയ്യുക. ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യണം. എന്തുകൊണ്ട്? അതിൻ്റെ കോസ്റ്റ് കുറക്കാൻ വേണ്ടി. ഇതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ബി സി ഐറ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റെപ്സ് ഫോർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഐറ്റം. അതായത് നമ്മൾ എ ബി സി അനാലിസിസിൽ അങ്ങനെയാണ് എ ഐറ്റം എ ബി സി എന്ന് പറയുന്ന 3 ഡിഫറെൻറ്റ് കാറ്റഗറി ആയിട്ട് ഇൻവെൻട്രീനെ ക്ലാസിഫൈ ചെയ്യുക. അതിൻ്റെ സ്റ്റെപ്സ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഇതാണ് ഒരു ഐറ്റം എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ്, ഫൈൻഡ് ഔട്ട് ദ യൂണിറ്റ് കോസ്റ്റ് ആൻഡ് യൂസേജ് ഓഫ് ഈച്ച് മെറ്റീരിയൽ ഓവർ എ ഗിവൺ പീരിയഡ്. അതായത് ഒരു ഗിവൺ പീരിയഡിലുള്ള എന്താണ് വേണ്ടത്? എത്ര മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ട്, ആ ഓരോ മെറ്റീരിയലിൻ്റെ യൂണിറ്റ് പ്രൈസ് നമ്മൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ എത്ര മെറ്റീരിയലാണ്, എത്ര ഇൻവെൻറ്ററി ആണ് അവിടെ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ യൂണിറ്റ് കോസ്റ്റ് എത്രയാണ് അത് യൂസ് ചെയ്യുന്നതിൻ്റെ, അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് multiply the unit cost by the estimated annual usage to obtain the net value. നെറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടത്? ഇതിൻ്റെ എത്ര മെറ്റീരിയൽ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു, അതിൻ്റെ യൂണിറ്റ് കോസ്റ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ ഈ യൂണിറ്റ് കോസ്റ്റിന് എസ്റ്റിമേറ്റഡ് ആനുവൽ യൂസേജിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് വാല്യൂ കിട്ടും. ആനുവലി അതിൻ്റെ എത്രയാണ് അത് ആ ഒരു മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി എത്ര കോസ്റ്റ് വേണമെന്നുള്ളത് നമുക്ക് കിട്ടും. അതായത് യൂണിറ്റ് കോസ്റ്റ് കണ്ടുപിടിച്ചു, എത്ര മെറ്റീരിയൽ വേണമെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അതിന് എസ്റ്റിമേറ്റഡ് ആനുവൽ യൂസേജിനെ നമ്മൾ യൂണിറ്റ് കോസ്റ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? നമുക്കതിൻ്റെ നെറ്റ് വാല്യൂ കിട്ടും. പിന്നെന്താ വേണ്ടത്?
ലിസ്റ്റ് ഔട്ട് ഓൾ ദ ഐറ്റംസ് ആൻഡ് അറേഞ്ച് ദം ഇൻ ഡിസെൻഡിങ് വാല്യൂ. ആനുവൽ വാല്യൂവിൻ്റെ ഡിസെൻഡിങ് ഓർഡറിൽ നമ്മളതിൻ്റെ ഓരോ ഐറ്റത്തിനെ അറേഞ്ച് ചെയ്യുക. അപ്പോൾ ആനുവൽ വാല്യൂ എങ്ങനെ കിട്ടുകയെന്ന് പറഞ്ഞത്, ആനുവൽ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ യൂണിറ്റ് കോസ്റ്റിനെ അതിൻ്റെ ആനുവൽ യൂസേജിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നെറ്റ് വാല്യൂ അല്ലെങ്കിൽ നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. ഇനി ആ ആനുവൽ വാല്യൂവിൻ്റെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഡിസെൻഡിങ് ഓർഡറിൽ ഡിക്രീസിങ് ഓർഡറിൽ എല്ലാ ഐറ്റത്തിനും നമ്മൾ അറേഞ്ച് ചെയ്യാം, ഓരോന്നിൻ്റെ ആനുവൽ വാല്യൂവിൻ്റെ ഡിക്രീസിങ് ഓർഡറിൽ. പിന്നെ അതിന് ശേഷം accumulate value and add up number of items and calculate percentage on total inventory in value and in number. അതിൻ്റെ വാല്യൂ അക്യുമുലേറ്റ് ചെയ്തിട്ട് എന്താ വേണ്ടത്, ഓരോ നമ്പർ ഓഫ് ഐറ്റംസും പെർസെൻറ്റേജ് ഓൺ ടോട്ടൽ ഇൻവെൻട്രി ഇൻ വാല്യൂ, അതുപോലെ തന്നെ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ഇൻവെൻട്രി ഇൻ നമ്പറും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിൽ ടോട്ടൽ നമ്പർ ആഡപ്പ് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാ വാല്യൂസും നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മളതിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. അതാണ് ഫോർത്ത് സ്റ്റെപ്പ്. അതിന് ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ, ഡ്രോ എ കർവ് ഓഫ് പെർസെൻറ്റേജ് ഐറ്റം ആൻഡ് പെർസെൻറ്റേജ് വാല്യൂ. പെർസെൻറ്റേജ് വാല്യൂവും പെർസെൻറ്റേജ് ഐറ്റവും കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു കർവ് നമ്മൾ പ്ലോട്ട് ചെയ്യുക. പെർസെൻറ്റേജ് ഐറ്റം ബൈ പെർസെൻറ്റേജ് വാല്യൂ എന്നുള്ളൊരു കർവ് പ്ലോട്ട് ചെയ്യാം. എന്നിട്ട് അതിനകത്ത് മാർക്ക് ഓഫ് ഫ്രം ദ കർവ് ദ റേഷണൽ ലിമിറ്റ് ഓഫ് എ ബി ആൻഡ് സി കാറ്റഗറി. അപ്പോൾ അതിനകത്ത് നമുക്ക് എ ബി സി എന്ന് പറയുന്ന കാറ്റഗറി നമ്മൾ ഡിവൈഡ് ചെയ്യുന്നില്ലേ, ആദ്യത്തേത് ഇത്ര പെർസെൻറ്റേജ്, ഇത്രയാണ് അതിൻ്റെ കോസ്റ്റ് 70 to 75% ആണ് എ ഐറ്റം, പിന്നെ 20 to 25 ആണെങ്കിൽ ബി ഐറ്റം, ബാക്കിയുള്ളത് 10 to 15 ആണെങ്കിൽ സി ഐറ്റം എന്നിട്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ആ ഗ്രാഫിനകത്ത് നമ്മൾ എ ബി സി എന്ന് പറഞ്ഞ ഐറ്റത്തിനെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഗ്രാഫാണ് അടുത്തതിൽ കാണിച്ചിരിക്കുന്നത്. എന്താണ് ഗ്രാഫ്? അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് ക്യുമുലേറ്റീവ് യൂസേജ് വാല്യൂ ഓൺ വൈ ആക്സിസും പെർസെൻറ്റേജ് ഓഫ് നമ്പർ ഓഫ് ഐറ്റംസ് ഓൺ എക്സ് ആക്സിസും കിട്ടും. പെർസെൻറ്റേജ് ഓഫ് നമ്പർ ഓഫ് ഐറ്റം ഓൺ എക്സ് ആക്സിസും പെർസെൻറ്റേജ് ഓഫ് ക്യുമുലേറ്റീവ് യൂസേജ് വാല്യൂ ഓൺ വൈ ആക്സിസും നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്ത് ക്യുമുലേറ്റീവ് യൂസേജ് വാല്യൂ എന്ന് പറയുന്നത് 70 to 75% അല്ല നമ്മൾ എ ഐറ്റത്തിന്. അപ്പോൾ 70 to 75% വരെ ഉള്ളതിന് എ ഐറ്റം എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ അതിന് എ എന്ന് നെയിം ചെയ്യും. ബാക്കിയുള്ളത് പെർസെൻറ്റേജ് യൂസേജ് വാല്യൂ, പിന്നെ ബാക്കിയുള്ള ഐറ്റത്തിന് അല്ലെങ്കിൽ പെർസെൻറ്റേജ് നമ്പർ ഓഫ് ഐറ്റത്തിനെ ബേസ് ചെയ്തിട്ട്, അതായത് 10 to 15 ആണ് നമ്മൾ ആദ്യത്തെ പറഞ്ഞത്, അപ്പോൾ അത് എ ഐറ്റം, ബാക്കിയുള്ള 20 to 25 ആണ് നമ്മൾ ബി ഐറ്റം പറഞ്ഞത്. അങ്ങനെ ബി സി എന്ന് പറഞ്ഞിട്ട് 3 ഐറ്റംസ് ആയിട്ട് അതിൻ്റെ അതിന് ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെയാണ് എ ബി സി അനാലിസിസ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ സ്റ്റെപ്പാണിത്. ഓക്കെ, വായിച്ചു നോക്കുക എല്ലാവരും. ഇനി എന്താണ് അഡ്വാൻറ്റേജസ് ഓഫ് എ ബി സി അനാലിസിസ് എന്നാണ് പറയുന്നത്. First point, the inventory control of different categories of items will be better if costlier items are not stored for large period, which reduce capital investment. അതായത് എന്താണ്, നമ്മൾ കോസ്റ്റ്ലിയർ ഐറ്റം, അതായത് കാറ്റഗറി ഐറ്റത്തിനാണ് ഏറ്റവും കോസ്റ്റ് കൂടുതൽ ഐറ്റം. അത് നമ്മൾ ലാർജ് പീരീഡ് സ്റ്റോർ ചെയ്യുന്നില്ല. നമുക്ക് എപ്പോഴാണോ വേണ്ടത് അപ്പം നമ്മളത് ഓർഡർ ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടി നമ്മൾ നമ്മൾ ഹ്യൂജ് എമൗണ്ട് ആദ്യം തന്നെ ക്യാപിറ്റൽ ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. പർട്ടിക്കുലർ ടൈമിൽ മാത്രം അത് വാങ്ങിച്ച് അത് നമ്മൾ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെ ഇൻവെൻട്രി കൺട്രോൾ, ഈ എ ബി സി അനാലിസിസ് എന്ന് പറഞ്ഞ ഇൻവെൻട്രി കൺട്രോൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിഡ്യൂസ് ചെയ്യാനത് ഹെൽപ്പ് ചെയ്യും. അതാണ് ഫസ്റ്റ് പോയിന്റ്. Second point, the quantities of various categories of items are economically ordered and stored as per need. It saves the cost of ordering and carrying of inventory. അതായത് നമുക്ക് വേണ്ട ഐറ്റംസ്, ക്വാണ്ടിറ്റി ഓഫ് ഐറ്റംസ് അല്ലെങ്കിൽ ഐറ്റംസ് ഏത് ഐറ്റമാണോ, നമുക്ക് ഏത് കാറ്റഗറി ഐറ്റമാണോ വേണ്ടത്, ആ ഐറ്റം നമുക്ക് വേണ്ട സമയത്ത് എത്ര ക്വാണ്ടിറ്റി ആണെന്ന് വെച്ചാൽ നമുക്കത് ആ സമയത്ത് നമുക്കത് ഓർഡർ ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാനും പറ്റും. അങ്ങനെ എ ബി സി എന്ന് പറഞ്ഞാൽ 3 കാറ്റഗറി ആക്കിക്കൊണ്ട് തന്നെ അപ്പോൾ അതിൻ്റെ ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും ഒക്കെ സേവ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. അതാണ് അതിൻ്റെ ഒരു സെക്കൻഡ് അഡ്വാൻറ്റേജ്. ഓക്കെ, third one, the purchasing of various categories of items become easy and discount are also obtained on large purchase of item of C category. അപ്പോൾ ഇങ്ങനെ എ ബി സി എന്ന് പറഞ്ഞ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഓരോ കാറ്റഗറിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിലെ ഐറ്റംസ് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സി കാറ്റഗറി ബൾക്ക് എമൗണ്ട് ആയിട്ട് നമുക്ക് ഹ്യൂജ് എമൗണ്ട് വേണം. അപ്പോൾ ബൾക്കായിട്ട് നമ്മളത് ഓർഡർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് പർച്ചേസിൽ ഡിസ്കൗണ്ടും കൂടി കിട്ടും. അതാണ് തേർഡ് അഡ്വാൻറ്റേജ്. ഓക്കെ, and fourth one, better record keeping of different categories of item help in good inventory control. അതായത് ഏതൊക്കെ ഐറ്റംസ് ആണ് അങ്ങനെ എ ബി സി എന്ന കാറ്റഗറിയായിട്ട് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഓരോ ഐറ്റത്തിനെ കുറിച്ചിട്ടുള്ള നമുക്ക് അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കും. എപ്പോഴാണ് ഇത് വേണ്ടത്, എത്ര എമൗണ്ട് വേണമെന്നൊക്കെ കറക്റ്റ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ റെക്കോർഡ് കീപ്പ് ചെയ്യുന്നതുകൊണ്ട് ഗുഡ് ഇൻവെൻറ്ററി കൺട്രോളിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നു എ ബി സി മെത്തേഡ്. ഈ 4 പോയിൻറ്റ്സാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്.
പിന്നെ അതിന് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നോക്കാം, ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് നോക്കാം. ABC analysis does not permit precise consideration of all relevant problems of inventory management. ഇൻവെൻട്രി മാനേജ്മെൻറ്റിൻ്റെ എല്ലാ റിലവൻറ്ററി പ്രോബ്ലംസും ഇത് കൺസിഡർ ചെയ്യുന്നില്ല. നോട്ട് പെർമിറ്റ് പ്രിസൈസ് കൺസിഡറേഷൻ ഓഫ് ഓൾ റിലവൻറ്റ് പ്രോബ്ലംസ് ഓഫ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. അതാണ് ഒരു ഫസ്റ്റ് ഇതിൻ്റെ ഡ്രോബാക്ക് അല്ലെങ്കിൽ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ABC അനാലിസിസിൻ്റെ, ABC മെത്തേഡ് ടെക്നിക്കിൻ്റെ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇഫ് ABC അനാലിസിസ് നോട്ട് പീരിയോഡിക്കലി റിവ്യൂഡ് ആൻഡ് അപ്ഡേറ്റഡ് ദ വെരി പർപ്പസ് ഓഫ് ഇറ്റ് ഈസ് ഡിഫീറ്റഡ്. അതായത് ABC അനാലിസിസ് നമ്മൾ പീരിയോഡിക്കലി അപ്ഡേറ്റ് ചെയ്യുന്നില്ല, നമ്മൾ റിവ്യൂ ചെയ്യുന്നില്ല. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇങ്ങനെ ABC നിന്ന് 3 കാറ്റഗറിയായിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. പിന്നെ അത് പീരിയോഡിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യുകയും റിവ്യൂ ചെയ്യുകയും ചെയ്യാത്തതുകൊണ്ട് തന്നെ എന്താണ് അതിൻ്റെ കുറച്ച് അതിന് കുറച്ച് ലിമിറ്റേഷൻസൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് 2 ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ABC അനാലിസിസ്. എന്താണ് ABC അനാലിസിസ് എന്ന് ഓവറോൾ നോക്കുക. പിന്നെ അതിൻ്റെ ABC നിന്ന് 3 കാറ്റഗറിയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 3 കാറ്റഗറീനും പ്രോപ്പർട്ടീസ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് പഠിക്കാം. പിന്നെ അതിൻ്റെ സ്റ്റെപ്സ് പഠിക്കാം, ഒരു കർവും പഠിക്കാം, അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും വായിച്ചു നോക്കാം. ഓക്കെ, ഇത്രയാണ് ABC അനാലിസിസിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്.